ആടിനെ പട്ടിയേക്കാന്ന് കേട്ടിട്ടുണ്ട്. ആനേനെ പശുക്കണ പരിപാടി ആയിട്ട് ഇവിടെ പാമ്പാടി രാജുവിന് പുല്ലിട്ട് കൊടുക്കണു. മൂപ്പര് അപ്പൊ തന്നെ അത് കളഞ്ഞു. കക്കാട് പെരുന്നാൾക്ക് കിങ്സിന്റെ ക്ഷണം കിട്ടി പോയതായിട്ട് നമ്മള്. ഏത് മൂട്? ആനയുടെ മൂട്. ഒഫീഷ്യൽ മീഡിയ പാർട്ണർ ഓടിച്ചാടി നടന്നിട്ടേക്ക് ഫോട്ടോ എടുക്കണേ. കിങ്സിന്റെ വർണ്ണ ശബളമായ പന്തലിലേക്ക് രണ്ട് ടീമിനും കയറ്റി നിർത്തിയിട്ട് ഒരു പാട്ടാട്ടു. ജൂൺ ജൂൺ ജൂമ്പര. അവിടുന്ന് ഒരു റൗണ്ട് പള്ളിക്ക്. ഈ ചേട്ടന്റെ ടീം തെറ്റി തോന്നുന്നു. മേളക്കാരുടെ ഒപ്പം നിന്ന് പിടയ്ക്കണ. പിന്നെ എവിടെ നിന്നാലും കൊട്ടിയാൽ മതി. ഇതൊക്കെ കിങ്സിന്റെ കൂട്ടിലെ കോഴികളാണ്. പള്ളി പോയപ്പോ ഒരു സെറ്റ് മേള അവിടെ പൂശുണ്ട്. അപ്പൊ അതിനോടൊപ്പം തല കൊണ്ട് ഞങ്ങൾ രണ്ട് ചൂടോളം വെച്ചു. ഇവരുടെ കഴിഞ്ഞിട്ട് വേണം ബാൻഡ് സെറ്റുകാർക്ക് കയറാൻ. കയറെളുത്ത് ചേട്ടന്റെ കൈ വിറക്കി ഏറാണ്ട് കൊട്ടുകൊട്ടാൻ വേണ്ടിയിട്ട്. ഈ കണ്ട ജനങ്ങൾ ആവേശപ്പുളക്കെതിരാക്കി ഈ ചേട്ടൻ കുഞ്ചിഞ്ചം കൊണ്ട് വിസ്മയം സൃഷ്ടിച്ചു. ഇത് നിങ്ങളൊന്ന് കണ്ടോക്കിയേ. കണ്ടില്ലേ, കുറച്ചൊക്കെ കാണാം. ഇത് കഴിഞ്ഞിട്ട് ഇനിയും പരിപാടികളുണ്ട്. പിന്നെയാണ് നമ്മുടെ പാമ്പാട് രാജന്റെ എൻട്രി. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആനേനെ കുളിപ്പിക്കൽ തൊട്ട് ആനയുടെ മേക്കപ്പ് വരെ ജനങ്ങളുടെ ഇടയിൽ വെച്ചിട്ടാ. നെറ്റിപ്പട്ടൊക്കെ ഇട്ടപ്പോ ആന മൂടായി. ദേവൻ തേടമ്പോ തൊട്ടോക്കണു. ചൂടുണ്ടോന്നാവും. ഈ രണ്ട് ടീമും കൂടിയിട്ട് ക്ലാസിക്കൽ സോങ് അടിച്ചിട്ട് ഈ ജനഹൃദയങ്ങളുടെ മനസ്സൊക്കെ കറന്നു. വേറൊരു ആന. മൂപ്പർക്ക് നെറ്റിയും പട്ടൊന്നും കിട്ടിയില്ലേ. വരണ വഴിക്ക് ഒരു കോഴീനെ പിടിച്ചു നോക്കിയിട്ട് കിലോ എന്താ വിലാന്ന് ചിറ്റാട്ടെടുത്തിക്കേണ്ടവന്റെ ഒക്കെ. പിന്നെ ഞങ്ങൾ ഒരു ഐസും മേടിച്ച് നാക്കി കിങ്സിന്റെ പന്തലേക്ക് കമ്പാക്ക് അടിച്ചു. ധ്യാനം കഴിക്കണ നോക്കിയാ ആ തണ്ട് തിന്നാണ്ട് ഇലകൾ മാത്രം പിരിഞ്ഞെടുത്ത് കഴിക്കുക. ആനയ്ക്ക് ബുദ്ധിയുണ്ട്. ആനയും ചോറിനെയും തിന്നണ. പന്തലിൽ ഒരു സെറ്റ് ബാൻഡ് പിടിക്കും, ഒരു സെറ്റ് ബാൻഡ് അതിന്റെ അപ്പുറത്തായിട്ട് നിന്നു. എന്നിട്ട് 1 by 1 ആയിട്ട് ഊരാ പടച്ചു തുടങ്ങി. ഹൈ ഗൈസ് ഓണായിണ്ടല്ലോ. ചെക്കൻ്റെ എല്ലാവരും തോക്ക് കൊടുത്ത വെട്ടി വെക്കൂ. പിന്നെ ആനയ്ക്ക് ഒരു ആഗ്രഹം ഞങ്ങളുടെ ഒപ്പം സെൽഫി എടുക്കണമെന്ന്. അപ്പൊ അതെടുത്ത് ഞങ്ങൾ വെട്ടി പോയി.